ടിക്കറ്റ് എടുത്ത് ഞങ്ങളങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതുപോലെ വരിക്കിനാണ് കിടത്തി വിടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിരുന്നത്. വരുന്ന വഴിക്ക് തന്നെ ഒരു പയ്യൻ അവൾക്ക് ഒരു ഐസ്ക്രീം വെറുതെ കൊടുത്തു. പൈസ കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതെന്തായാലും അവൾക്കതൊരു സന്തോഷമായി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം സിനിമ തിയേറ്ററിനകത്തൊക്കെ കയറിയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഏട്ടനും എൻ്റെ മോൾക്കൊക്കെ അത് തന്നെ. അങ്ങനെ എന്തായിരുന്നാലും ഇതാണ് നമ്മുടെ തിയേറ്ററിൻ്റെ ഉൾവശം. നല്ല സ്ഥല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഇരിക്കാം. മുകളിലോട്ടൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ആണെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറിയുമ്പോൾ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ സ്ക്രീനാണ് കേട്ടോ അവിടുത്തെ. നമുക്ക് ദൂരെ ഇരുന്നാലും അടുത്തിരുന്നാലും നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ പടം തുടങ്ങി. അങ്ങനെ ഇൻ്റർവെല്ലായിട്ടുണ്ട്. സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഒരാൾ ഉറക്കമായതാണ്. ഇൻ്റർവെല്ലായുമ്പോൾ ഒന്ന് കണ്ണ് തുറന്ന് നോക്കുക സിനിമ തീർന്നു എന്ന്. സിനിമ തീർന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ അതുപോലെ ചരിഞ്ഞിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇതൊരു പതിവ് ശീലമാണ് സിനിമയ്ക്ക് വരുമ്പോഴൊക്കെയുള്ള ഈ ഉറക്കം. ഉറങ്ങട്ടെ. അപ്പം നമ്മുടെ ലാലേട്ടനെ കണ്ടാലോ. ആ വരുന്ന വരവൊക്കെ കണ്ട് ആർക്കാ ഇഷ്ടമാവാത്തതല്ലേ. ഇതുപോലെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ കാണുമ്പോൾ പയ്യന്മാരൊക്കെ ഉണ്ടെങ്കിലേ കൊള്ളാവൂ കേട്ടോ. പയ്യൻസിൻ്റെയൊക്കെ കൂക്കുവിളിയും മാർപ്പുവിളിയൊക്കെ കേൾക്കാൻ എന്ത് രസമല്ലേ. അങ്ങനെ പടം തീർന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ കണ്ടു. സൂപ്പറായിരുന്നു കേട്ടോ. അതും കൊള്ളാം, ക്രിസ്മസ് അല്ലേ. അപ്പോൾ മോളെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരികെയാണ് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.